മെയിൻ ആയിട്ട് വരെ 24/7 വരെ സർവീസ് ഉണ്ട്. നമ്മൾ ഏത് നട്ടപ്പാതിരിക്കും അവിടെ വിളിച്ചോ അവരെന്തെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും. നമുക്ക് സെൽഫായിട്ട് കൊണ്ടുനടന്നാലാണ് എന്തെങ്കിലും ഇതിൽ നിന്നൊരു മെച്ചമുണ്ടാവും. പൊതുവേ നമ്മുടെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് ഇപ്പോൾ ഒരു ഡ്രൈവറെ വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല. ഇതിന് ചെറിയൊരു കാറ് കൊണ്ടുനടക്കണ അത്ര ഒരു ലാഘവം ഇതിനുള്ളൂ. നമ്മളെന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലേ അതിൽ കാര്യമുള്ളൂ. പിന്നെ നമുക്ക് ആകെ ഒരു സഡൻ പിക്കപ്പിന്റെ ഒരു കുറവുണ്ട്. നമ്മളിപ്പോ സാധാ വണ്ടികൾ കയറി ഇപ്പൊ നമ്മള് ലൈനർ മാറി അങ്ങനെ മാറി ഇറങ്ങുമ്പോ ചെറിയൊരു പൈസ ചെലവാകേണ്ടി ഒരു 3000-4000 രൂപ ചെലവാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ 500 രൂപ 600 രൂപയാണ് നമുക്ക് ബില്ല് വരിക. നമ്മൾ ഈ ടാറ്റയിലൊക്കെ പോയിട്ട് അത്ര മോശമായിട്ട് വരെ നമുക്ക് അവരോട് സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കറിയാനുള്ളത് ഇതിന്റെ ഒരു മൈലേജിന്റെ കാര്യങ്ങളാണ്. ഹേയ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോബാൻഡിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഭാരത് ബെൻസിന്റെ 1917 BS6 വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും കാറും ബൈക്കും പോലത്തെ വണ്ടികളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഹെവി വെഹിക്കിളാണ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിന്ന് വരാം. ഇപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓണർഷിപ്പ് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഓണറേയും കൂടി ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ. ബ്രോയുടെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് എൽദോസ്. അപ്പോൾ ബ്രോ ശരിക്കും എന്താ ചെയ്യുന്നത്? വണ്ടി പരിപാടി തന്നെയാണോ? നമുക്ക് വണ്ടി പരിപാടി തന്നെയാണ്. അപ്പോൾ ഈ വണ്ടി ഭാരത് ബെൻസ് 1917. ശരിക്കും ഈ ഒരു വണ്ടി തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അതോ? ഞാന് ചെറുവണ്ടികളിൽ നിന്നാണ് തുടങ്ങിയത്. നമുക്ക് എടുക്കാൻ വേണ്ടി ചെറുവണ്ടികളായിട്ട് തുടങ്ങിയതാണ്. പിന്നെ അത് വന്ന് ഇത് 12 ടണ്ണാണ് പാസിങ്. അപ്പൊ നമുക്ക് ഇവിടെ അത്യാവശ്യം നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഓടാനായാലും കുറച്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞാലും ഒരു ബേസിക് ഒരു 12 ടണ്ണാണ് പാസിങ്. 12 ടണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 വീലാണ്. അത് 19 ടണ്ണ് അതിന്റെ മുകളിലേക്കാണ് പാസിംഗ്. അപ്പൊ നമുക്ക് ഇത് വരുമ്പോ 6 വീല് 6 വീലിൽ നമുക്ക് 12 ടണ്ണ് പാസിംഗ് കിട്ടും. പിന്നെ ഇപ്പൊ ഞാൻ എടുത്തിട്ട് 1.5 കൊല്ലാവാറായി. പിന്നെ ഇത് ശരിക്കും നമ്മുടെ കാറിന്റെ ഒക്കെ പറഞ്ഞ പോലെ ഇതിൽ ശരിക്കും വേരിയന്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? അങ്ങനെ വേറൊരു വേരിയന്റ് ആയിട്ട് വരുന്നില്ല. പിന്നെ AC അങ്ങനെ ഒരു കാറിൽ വരുന്ന അത്യാവശ്യം എല്ലാ സിസ്റ്റം വരേണ്ട ഇതിനകത്ത് വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം, അതേപോലെ AC ഉണ്ട്, പവർ വിൻഡോ ആണ്, മാനുവൽ സെൻട്രൽ ലോക്ക് ഉണ്ട്. മ്യൂസിക് സിസ്റ്റം ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വണ്ടിയിൽ എല്ലാ കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഒരു വണ്ടി എടുത്തപ്പോൾ ഉള്ള ഒരു ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? നമ്മളെടുക്കുമ്പോ ഒരു 27 സംതിങ് വരുന്നുണ്ട്. 27 സംതിങ്. പിന്നെ നമുക്ക് കുറച്ച് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് വേറെ വ്യത്യാസം വരും. നമ്മള് കമ്പനി ഇൻഷുറൻസ് വേണമെങ്കിൽ ഇതെടുക്കാം. കുറച്ച് പ്രൈസ് വ്യത്യാസമുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മള് അപ്പത്തെ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് നമ്മളത് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഇതുപോലത്തെ വണ്ടി എടുത്തിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും അത്യാവശ്യം ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണോ ഇത്? നമുക്ക് സെൽഫായിട്ട് കൊണ്ടുനടന്നാലാണ് എന്തെങ്കിലും ഇതിൽ നിന്നൊരു മെച്ചമുണ്ടാവുള്ളൂ. ഒരു ഡ്രൈവർമാരെന്ന് വെച്ച് ഓടിക്കുക എന്നുള്ള ഒരു ബേസിൽ ഇത് എടുക്കാൻ പറ്റില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മെയിൻ്റെനൻസ് കുറവായിരിക്കും, മൈലേജ് അതുപോലെ കാര്യങ്ങൾ. സ്വന്തമായിട്ട് നമുക്ക് കൊണ്ടുനടക്കുകയാണെങ്കിൽ അത്യാവശ്യം ലാഭത്തിൽ കൊണ്ടുനടക്കാം, നല്ല ലാഭത്തിൽ കൊണ്ടുനടക്കാം. ഡ്രൈവറെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചെലവും. ഡ്രൈവറെ വെച്ച് പൊതുവെ നമ്മുടെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് ഇപ്പൊ ഒരു ഡ്രൈവറെ വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല. പിന്നെ നമ്മളെ വണ്ടികളൊക്കെ ഒരു 50-60 അടുത്തൊക്കെ നമുക്ക് EMI ഉള്ള വണ്ടികളാണ്. അത്രയും വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഡ്രൈവറെ വെച്ച് അതിന്റെ വണ്ടിയുടെ EMI കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഓണർക്ക് ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരു കൊല്ലം വരുമ്പോഴത്തേനും ടാക്സ്, പിന്നെ 3 മാസം കൂടുമ്പോൾ നമുക്ക് ക്വാർട്ടർ ടാക്സ് വരുന്നുണ്ട്. കൊല്ലത്തിലൊരു 50-55 രൂപ അടുത്ത് ഇൻഷുറൻസ് വരും. പിന്നെ ടയർ ഭാഗം ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓണർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ. അപ്പൊ നമ്മൾ തന്നെ ഓണറായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ലാഭം നഷ്ടം നോക്കി ഓടിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ 6 വീലില് ഒതുക്കിയതുണ്ടായിരുന്നു, ഇത് മതി എന്നുള്ള രീതി തന്നെയാണ്. 6 വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ 10 വീലൊക്കെ നമ്മൾ എടുത്ത് ഓടുകയാണെങ്കിൽ കുറച്ച് ലോങ് ഓടിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടും. 6 വീലാണെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ടായാലും പോവാം. നമുക്ക് ലോക്കലോട്ടം പിടിക്കാം, ലോക്കലോട്ടായി കഴിഞ്ഞാൽ ഓടാം. ഇപ്പൊ നമ്മള് പുറത്തേക്ക് ഇപ്പൊ 10 വീലും 12 വീലൊക്കെ കൂടുതൽ ഓടണത്. ഇപ്പൊ നമ്മളൊരു പുതിയ വണ്ടി 10 വീല് 12 വീലൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഓടണം. എന്നാലാണ് കുറച്ച് ലോങ് ഓടി കഴിഞ്ഞാലാണ് അതിനൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ നമുക്ക്. അപ്പൊ എന്തായാലും അതൊരു 2 പേര് വെച്ചിട്ട് അതിന് പോകാൻ പറ്റുള്ളൂ. പിന്നെ 6 വീലാണെങ്കിൽ നമുക്ക് സിംഗിൾ ആണെങ്കിൽ ഓടിക്കാം. അപ്പോ നമുക്ക് അതിൽ നിന്ന് വേറൊരാളെ വെച്ചപ്പോ കുറച്ച് നഷ്ടമാണെങ്കിൽ പോലും
നമുക്ക് വേറെ ഒരു ഇത് വരില്ല, വരില്ല. ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ കൂടുതൽ ഈ ഓട്ടോ ഒക്കെ എടുക്കണത് എങ്ങനെയാണ്? നമുക്ക് ബ്രോക്കർ ഓഫീസ് വഴിയാണ് കൂടുതൽ ഓട്ടം കിട്ടുന്നത്. നമുക്ക് കമ്മീഷൻ ബേസ് ആയിട്ടാണ് വരിക. അപ്പോൾ കമ്മീഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ലോഡ് എടുക്കുക. ലോഡ് ഒരു അത് പലരിടത്തും പല ഇതാണ്, പല രീതിയിലായിരിക്കും. പിന്നെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ആയാലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മലയാളി ഓഫീസുകളുണ്ട്. നമുക്ക് ബോംബെയിലായാലും ഗുജറാത്ത് പൂന അങ്ങനെ എല്ലായിടത്തും പോയി കഴിഞ്ഞാലും മലയാളി ഓഫീസുകളുണ്ട്. നമുക്കിപ്പോൾ എവിടെയാണ് അൺലോഡ് ആക്കണേ അവരെ വിളിച്ച് ചോദിച്ച് നമ്മൾ അവിടെ അവരുടെ യാർഡിൽ പോയി കടന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഡുകൾ കിട്ടും. നമ്മൾ അവിടെ അൺലോഡ് ചെയ്യാൻ പോണോടത്ത് വേറെ ലോഡ് എടുത്തിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുള്ളൂ. കാരണം നമുക്ക് പോയിട്ട് വൺ സൈഡ് കാലി വന്നിട്ട് ഒന്നും കിട്ടില്ല, നഷ്ടമായിരിക്കും. കാരണം നമുക്ക് ആകെ കിട്ടുന്ന ഒരു 5-5.5 മൈലേജ് കിട്ടുക. അപ്പോൾ അതിപ്പോ 10-12 നമ്മള് ഇപ്പൊ നോർമലി നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു 10 ടണ്ണാണ് ഒരു നോർമൽ ലോഡ്. 9-10 ടണ്ണ്. 2 ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഇതാണ്. നമുക്ക് ചില ലോഡുകൾ ലൈറ്റ് വെയിറ്റ് ലോഡുകൾ മാത്രമാണ് ഒരു ഫിക്സ്ഡ് റേറ്റിന് പോവുക നമ്മള്. പിന്നെ ദൂരത്തിനനുസരിച്ചിട്ട് ടണ്ണിനാണ് നമുക്ക് വാടക വരിക. ഇപ്പൊ ഒരു ടണ്ണിന് ഒരു 100,000 രൂപ കിട്ടണമെങ്കിൽ അപ്പൊ നമുക്ക് 10 ടണ്ണ് വണ്ടി ഇതിന്റെ തന്നെ ഭാരത് ബെൻസിൽ തന്നെ 10 ടണ്ണ് ഉണ്ട്. പിന്നെ അതിന്റെ 12 ടണ്ണിന്റെ താഴത്തേക്കുള്ളൂ, അതിന്റെ മുകളിലേക്കില്ല. പിന്നെ ഉള്ളത് 10 വീല് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ നമുക്കൊരു 10 ടണ്ണ് ലോഡാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ 2 പാസിങ്. നമ്മുടെ വണ്ടി GBW വരുന്നത് 18,500 വരുന്നത്. അപ്പൊ ഒരു 6 GBW എന്ന് പറഞ്ഞ വണ്ടിയുടെ വണ്ടിക്ക് മൊത്തം ആയിട്ട് കയറ്റാൻ പറ്റുന്ന വെയിറ്റ്, വണ്ടി വെയിറ്റും ഗ്രോസ് വെയിറ്റ് ആയിട്ട് വരുന്നത്. വണ്ടിയുടെ വെയിറ്റും അതേപോലെ നമുക്ക് 18,500 പാസിങ് വരും. അപ്പൊ നമുക്ക് 18,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 6,500, 6,600, 700 ആ റേഞ്ചിൽ നമുക്ക് വണ്ടി വെയിറ്റ് വരും. ഫുൾ ടാങ്ക് ഡീസൽ ആയി കഴിഞ്ഞാൽ പോലും 6,700 നമുക്ക് വണ്ടി വെയിറ്റ് വരും. അപ്പൊ നമുക്കൊരു കഷ്ടി ഒരു 12 ടൺ പാസിങ് കിട്ടും നമുക്ക്. അപ്പൊ നമ്മൾ നോർമലി ഒരു 10 ടൺ ലോഡാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ 2 ടൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു വ്യത്യാസം കൂടി ഇതിൽ വരും മാത്രം, പൈസയിൽ വ്യത്യാസം. നമ്മളപ്പോ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംസാരിച്ചു, ലോഡിങ്ങിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി നമുക്കറിയാനുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിലേക്ക് വന്നത് എന്നുള്ളതാണ്. വേറെ ലൈലാൻഡ്, ടാറ്റ, ഐഷർ അങ്ങനെ ഒത്തിരി വണ്ടികളുണ്ട്. അപ്പൊ അതിലേക്കൊന്നും എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതാണ്. ശരിക്കും ഞാനിപ്പോ ഒരു 5 വർഷമായിട്ട്, ഇതിനു മുമ്പ് ഒരു 5 വർഷമായിട്ട് ഓടിച്ചോണ്ടിരുന്ന ഭാരത് ബെൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന 2 കമ്പനിയിലും ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ആയിരുന്നു. ഇതിന്റെ ചെറുവണ്ടികളായിരുന്നു. നമുക്ക് മെയിൻ ആയിട്ട് ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കരമാണ്. ഇപ്പോ നമ്മള് നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ? വേറെ ബാക്കിയുള്ള വേറെ ഏതെങ്കിലും കമ്പനിയുടെ വണ്ടികൾ ഓടിച്ചിട്ടുണ്ടോ? ബാക്കി എല്ലാ വണ്ടികളും ഓടിച്ചിട്ടുണ്ട്. ടാറ്റ ഓടിച്ചിട്ടുണ്ട്, ലെയ്ലാൻഡ് ഓടിച്ചിട്ടുണ്ട്, എല്ലാ വണ്ടികളും ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ ഇത് കമ്പയർ ചെയ്യുമ്പോ നമുക്കൊരു ചെറിയൊരു കാറ് കൊണ്ടുനടക്കണ അത്ര ഒരു ലാഘവം ഇതിനുള്ളൂ. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അത് നമുക്ക് ലോങ് പോകുമ്പോഴൊക്കെ നല്ലോണം അറിയാം. നമുക്ക് സിംഗിൾ ആണെങ്കിലും കുറച്ച് ഒരു 10-500 കിലോമീറ്റർ ഒക്കെ ഓടിക്കാനായി കഴിഞ്ഞാലും നമുക്കൊരു ക്ഷീണമില്ല. പിന്നെ AC ആണ്, അതിന്റെ ഒരു AC ക്യാബിനാണ് വരുന്നത്. പിന്നെ ഇത് വെച്ച് നോക്കുമ്പോ പല വണ്ടികളും ഇതിനു മുമ്പ് ഇതിന്റെ റേറ്റ് പറയുമ്പോ ഏകദേശം ഒരു 27-28 ആ റേഞ്ചിലേക്ക് നമുക്ക് ഭാരത് ബെൻസ് വരുന്നുണ്ട്. ടാറ്റയിലും ലെയിലിന്റെ ഒരു 22-23 ആ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ. വില കൂടുതലുണ്ട്. മെയിൻ്റനൻസിന്റെ ഇത് വെച്ച് നോക്കുമ്പോഴായി കഴിഞ്ഞാലും മെയിൻ്റനൻസ് കുറവാണ്, ലോ മെയിൻ്റനൻസ് ആണ്. പക്ഷെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അത് നമ്മൾ മറ്റു വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോ മറ്റേതിന് 2 എണ്ണം വരുന്നത് നമുക്ക് ഇതിന് ഒരു മെയിൻ്റനൻസ് വരുള്ളൂ. നമ്മൾ ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഈ ഒരു കംഫർട്ട് തന്നെയാണ് മെയിൻ ആയിട്ട്. പിന്നെ ശരിക്കും ഒരു വലിയ വണ്ടി ഓടിക്കണെന്നുള്ള ഒരു ഫീൽ ഇല്ല. നമ്മളൊരു പാഷൻ ഇതായിരുന്നു. നമ്മള് ചെറുപ്പം മുതലേ വണ്ടിപ്പണി കൊണ്ട് തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്ന് പറയുമ്പോ നമുക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി, നമുക്ക് മെയിൻ ആയിട്ട് പൈസ ഉണ്ടാക്കണേലുപരി നമുക്ക് കംഫർട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി കൊണ്ടു നടക്കണാണ്. നമ്മളെന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലേ അതിൽ കാര്യമുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് കൊണ്ടു നടക്കുമ്പോ ഭയങ്കര ഒരു കംഫർട്ടാണ് വണ്ടി. നമുക്ക് കുറച്ച് ദൂരം പോകാനായി കഴിഞ്ഞാലും. പിന്നെ മറ്റു വണ്ടികൾ വെച്ചിട്ട് ഇപ്പൊ മെയിൻ്റനൻസ് കുറവാണ്. ആ ഒരു ഇത് തന്നെയാണ് മെയിനായിട്ട് കാര്യം. അപ്പോൾ ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഒരു വണ്ടിയുടെ സ്പേസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ഒരു ക്യാബിൻ സ്പേസ് ഒക്കെ നോക്കുവാണെങ്കിൽ എങ്ങനെയുണ്ട്? നമുക്ക് ശരിക്കും എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? നമുക്ക് 3 പേർക്ക്
ആണ് പോകാനുള്ള പാസിംഗ് ഉള്ളത്. കപ്പാസിറ്റി 3 പേർക്കാണ്. ഓക്കെ. പിന്നെ നമുക്ക് ബെർത്ത് വരുന്നുണ്ട്, സ്ലീപ്പിംഗ് ബെർത്ത് വരുന്നുണ്ട്. നമുക്ക് ലോങ് ഒക്കെ പോവാണെങ്കിലും ഒരാൾക്ക് സുഖമായിട്ട് ഉറങ്ങാനൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബോഡി വരുന്നത് 20 അടിയാണ് വരുന്നത്. 20 അടിയിൽ നമ്മുടെ വണ്ടി ബോഡി വരുന്നത് ഹൈടെക്, ലോടെക് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലോടെക് ആണ്. നമ്മളത് ചില ലോഡുകൾ കയറ്റുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോടെക്കും ഹൈടെക്കും തമ്മിൽ? അത് നമ്മുടെ സൈഡ് ബോഡിയാണ് പറഞ്ഞത്. 8 അടിയുടെ ഉള്ളില് നമുക്ക് ഉള്ളിലത്തെ സ്പേസ് വരുന്നുണ്ട്. 8 അടിയിൽ കുറച്ച് കുറയുള്ളൂ. പിന്നെ 20 അടി നീളമുണ്ട് ലോഡിംഗ് ഏരിയ കപ്പാസിറ്റി. പിന്നെ ഹൈടെക്കും ലോടെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ബോഡിയിലാണ് വരുന്നത്. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ കൂടെ ലോഡ് ഇറക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. ഈ ചില നമുക്ക് ഇത്ര ലെങ്ത് ആയ കാരണം ഇവിടുന്ന് ഇപ്പൊ ഫുൾ ഹൈറ്റ് ഉള്ള ബോഡി ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുത്ത് ബാക്കിൽ കൊണ്ടായിട്ട് എല്ലാവർക്കും ഇറക്കാൻ പറ്റില്ലല്ലോ. ചില സൈഡിൽ ഇട്ട് വണ്ടി ലോഡ് ഇറക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, അതേപോലെ കയറ്റുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ലോടെക് വണ്ടി എടുക്കുക. ലോടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3.5 അടി ഹൈറ്റ് ആണ് നമുക്ക് പെട്ടിക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഒരു ഹൈടെക് ആയിട്ട് പണിതിട്ടുണ്ട് കമ്പി. അത് ഫോൾഡിംഗ് ടൈപ്പ് ആയിട്ട്. അതായത് ആ സൈഡിൽ കാണുന്ന ഒരു ഭാഗം, അതെ, ആ ഗ്രില്ല് പോലെ. അപ്പൊ നമുക്ക് ഏത് ഇപ്പൊ കുറച്ച് ഹൈറ്റ് ഉള്ള ലോഡുകളാണെങ്കിൽ പോലും നമുക്കിത് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ലോഡ് കയറ്റാം. ഇപ്പൊ നമ്മള് ഇപ്പൊ ചെറിയ ലോഡൊക്കെ ആണെങ്കിൽ, ഹൈറ്റ് കുറഞ്ഞ ലോഡൊക്കെ ആണെങ്കിൽ നമ്മൾ താത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇതാകുമ്പോ നമുക്ക് ലോഡ് കയറ്റി കഴിയുമ്പോൾ ഉള്ളിൽ ഇല്ലെങ്കിൽ പായട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കൂടുതൽ എന്ത് ടൈപ്പ് ലോഡാ എടുക്കാറ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ലോഡില്ല, നമ്മള് എല്ലാ ലോഡുകളും എടുക്കും. നമുക്ക് ഞാനിപ്പോ കൂടുതൽ കർണാടക സൈഡിലേക്കാണ് ഓടുന്നത്. മംഗലാപുരം, കർണാടക, അതുപോലെ ഗോവ, പിന്നെ ഇടയ്ക്ക് ബോംബെ പോകാറുണ്ട്. അങ്ങനത്തെ ലോഡുകൾ മാത്രം നമ്മള് ഇപ്പൊ ബോംബെക്ക് പോണെങ്കിൽ നമ്മള് പൈനാപ്പിള്, പിന്നെ ഗോവയ്ക്ക് പെട്ടിപ്പലക, അങ്ങനത്തെ സംഭവം പൈനാപ്പിൾ ഉണ്ട്. പിന്നെ നമുക്ക് ചെടിയുടെ ഓട്ടുണ്ട്. മണ്ണുത്തിന് നഴ്സറിന്ന് നമുക്ക് അവിടെ കുറച്ച് നമ്മൾ അറിയണ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവിടുന്ന് നമുക്ക് ചെടികളുടെ ലോഡ് കിട്ടും. അതേപോലെ ഫ്ലോറിൽ ഒരിക്കുന്ന പുല്ലില്ലേ, പുല്ല്, അങ്ങനത്തെ ലോഡുകളൊക്കെ നമ്മൾ കൂടുതൽ. ഈ ടൈപ്പ് ലോഡുകളൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ നമ്മുടെ ഒരു സസ്പെൻഷന്റെ ഒക്കെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ എങ്ങനെയുണ്ട്? വേറെ ഏതെങ്കിലും വണ്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? നമുക്ക് വരുന്നത് പാരാപോളിക് ലീഫാണ് വരുന്നത്. പൊതുവെ ചാട്ടം വളരെ കുറവാണ്. ക്യാബിന് സെപ്പറേറ്റ് സസ്പെൻഷൻ ഒന്നും വരുന്നില്ലല്ലോ? വേറെ സെപ്പറേറ്റ് സസ്പെൻഷൻ ഇല്ല, നമുക്ക് ലീഫ് തന്നെയാണ്. അപ്പൊ വളരെ ചാട്ടം കുറവാണ്. ചാട്ടം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ദൂരം ഓടിക്കുമ്പോഴേ കഴിഞ്ഞാൽ ക്ഷീണം കുറവാണ്. ലോഡ് ഇല്ലാത്തപ്പോഴും കുറവാണ് ചാട്ടം. ആണല്ലേ? മറ്റു വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലി വണ്ടികളായി കഴിഞ്ഞാൽ ഭയങ്കര കൊടുക്കായിരിക്കും. പിന്നെ ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു ഹെഡ് ലൈറ്റിന്റെ വിസിബിലിറ്റി ഒക്കെ എങ്ങനെയാ? അത്യാവശ്യം കിട്ടുന്നുണ്ടോ? നിങ്ങൾ കൂടുതലും രാത്രിയൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിരിക്കും. രാത്രി തന്നെ ഓടിക്കുക. ഹെഡ് ലൈറ്റിന്റെ ലൈറ്റ് കുറച്ച് കുറവാണ്, എന്നാലും LED ഒന്നും അല്ല, ഹാലോജൻ തന്നെയാണ്. പിന്നെ ഒരു DRL വരേണ്ടത് മാത്രം. പിന്നെ നമ്മളെ സെപ്പറേറ്റ് വെച്ചേക്കണാണ് ഈ ലൈറ്റ്. ഇത് ആക്ച്വലി കമ്പനിയിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്യണം? അല്ലല്ല, നമ്മള് ആഫ്റ്റർ മാർക്കറ്റ് ആണ്. പിന്നെ ഒരു ബമ്പർ ലിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു ഭംഗിക്ക് ബസ്സുകളും. അതെ, ഇപ്പൊ എല്ലാ ബസ്സിലും ഈ ഒരു സാധനം കാണുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ ഇവിടെ ചവിട്ടി കയറി നിൽക്കാനായിട്ടുള്ള ഗ്ലാസ് കഴുകാനായിട്ട്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് അറിയാനുള്ളത് ഈ വണ്ടിയുടെ പവർ, പെർഫോമൻസ്, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചോണ്ട് സംസാരിച്ചാലോ? ഓക്കെ. നമ്മളങ്ങനെ വണ്ടിയുടെ അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അറിയാനുള്ളത് ഈ ഒരു വണ്ടിയുടെ പവർ, പെർഫോമൻസ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പവറിൻ്റെ ഒക്കെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട്? പവർ നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ലോഡുകൾ കയറ്റി കഴിഞ്ഞാലും വലിക്കാനായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതുണ്ട്, പവറുണ്ട്. പിന്നെ നമുക്ക് ആകെ ഒരു സഡൻ പിക്കപ്പിന്റെ ഒരു കുറവുണ്ട്. അതിപ്പോ നമ്മള് പിന്നെ RPM നോക്കിയിട്ട് കുറച്ചെടുത്ത് കഴിഞ്ഞാലാണ്, അത് RPM നോക്കി ഓടിക്കുന്നവർക്കാണെങ്കിൽ അതറിയാം. സഡൻ പിക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്? ഓവർടേക്ക് ചെയ്യാനല്ല, നമ്മൾ
വണ്ടി ഇപ്പൊ ലോഡിലായി കഴിഞ്ഞപ്പോ എവിടെയും നിർത്തിയിട്ടിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ട്. അത് നിർത്തിയിട്ട് എടുക്കുമ്പോ ചെറിയൊരു ലാഗ് ഉണ്ട് വണ്ടി. അത് ലോഡിലാണെങ്കിൽ മാത്രമാണോ? അല്ല, ലോഡിലാണെങ്കിലാണ് നമുക്ക് പ്രശ്നമുള്ളത് ലോഡിലാവുമ്പോഴാണ്. ഇപ്പൊ എവിടെയെങ്കിലും നിർത്തി ഇങ്ങനെ ചിലപ്പോ വലിയ കയറ്റത്തിലൊക്കെ നിർത്തിയിട്ടാണെങ്കിൽ നമ്മള് ഹാൻഡ് ബ്രേക്ക് ഇട്ട് അത് നല്ലോണം RPM കയറ്റി കഴിഞ്ഞാലാണ് നമുക്ക് അതിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നേരത്തെ കുറെ വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോ ഈ എല്ലാ വണ്ടികൾക്കും ഈ ഒരു പ്രശ്നമുണ്ടോ അതോ? ഇല്ല, ഇതിപ്പോ നമ്മൾ BS6 ആയി കഴിഞ്ഞപ്പോ നമുക്ക് തോന്നിയ ഒരു കാര്യമാണിത്. ആണല്ലേ? ഇതിന്റെ ചെറിയ വണ്ടിയിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇറങ്ങണ എല്ലാ വണ്ടിക്കും ഈ ഒരു പ്രശ്നം വരുന്നുണ്ടോ? ഇപ്പൊ വലിയ വണ്ടികൾക്കില്ല, പക്ഷെ ഈ ചെറിയ വണ്ടികളില് നമുക്ക് ഇത് ഉണ്ട്, ഈ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ലാഗ് ഉണ്ട്, വണ്ടി എടുക്കുമ്പോ ഒരു ലാഗ് ഉണ്ട്. അത് ലോഡിലാണെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് മാത്രം. ഇതല്ലാണ്ട് വേറെ കയറ്റം വലിക്കാതിരിക്കുവോ അല്ലെങ്കിൽ ലോഡ് വെച്ചിട്ട് വലിക്കാതിരിക്കുവോ? അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കറക്റ്റ് നമ്മൾ RPM ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും. ഓവർടേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പിന്നെ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഓടിക്കേണ്ട ഒരു വണ്ടിയല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നോർമൽ ഇതല്ലേ വരുള്ളൂ. പിന്നെ ഒരു ബ്രേക്കിങ്ങിന്റെ ഒക്കെ ഒരു കേസിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയുണ്ട്? ബ്രേക്ക് ഒക്കെ പക്കയാണ്. അത്യാവശ്യം ചവിട്ടിയാൽ നിൽക്കണോ? ചവിട്ടി നിൽക്കും. അതിപ്പോ ഫുൾ ലോഡിലാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഡ്രൈവ് കഴിഞ്ഞിട്ട് വന്നു, നമ്മൾ പവറിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി നമുക്ക് അറിയാനുള്ളത് ഇതിന്റെ ഒരു സർവീസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഒരു സർവീസ് കോസ്റ്റ് ഒക്കെ ശരിക്കും എങ്ങനെയുണ്ട്? കൊണ്ടു നടക്കാൻ എക്സ്പെൻസീവ് ആണോ അതോ? കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മൾ ശരിക്കും കാറിന്റെ ഒക്കെ വീഡിയോ കൂടുതൽ ചെയ്യണ കാരണം ഇത്ര ഒരു ഹെവി വണ്ടിയുടെ ഒരു എക്സ്പെൻസ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് സർവീസ് വരുന്നത് 50,000 കിലോമീറ്ററിലാണ് വരുന്നത്. 50,000 ഫസ്റ്റ് സർവീസ് 50,000 ഇപ്പൊ അതിനിടയ്ക്ക് ചെക്കപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്നുമില്ല. പിന്നെ ഭാരത് ബെൻസ് ഇപ്പൊ അത് 80,000 കിലോമീറ്റർ ആക്കി. 80,000 കാരണം ലോ മെയിൻ്റെനൻസ് ആയ കാരണം. അപ്പൊ നമ്മൾ വണ്ടി ഷോറൂമിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ 80,000 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ സർവീസിന് കയറ്റിയാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അത്രയും ലോ മെയിൻ്റെനൻസിലാണ് വണ്ടി ഉള്ളത്. ഞാൻ എന്റെ OBD 2 ആണ് വണ്ടി. ഇപ്പൊ ഇറങ്ങണ OBD 1 ആണ് എന്റെ വണ്ടി. ഇപ്പൊ ഇറങ്ങണ OBD 2 പറയണേ. OBD 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80,000 സർവീസ്. 1.5 വർഷം കൂടുമ്പോഴാണ് സർവീസ് വരുന്നത്. നമുക്ക് 1 ഇയറും 50,000 കിലോമീറ്റർ വരുന്നത്. അപ്പോ എനിക്കിപ്പോ സർവീസിനായിട്ട് വേറെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും മാത്രമേ വേറെ വന്നിട്ടുള്ളൂ. വേറെ സെപ്പറേറ്റഡ് വേറെ മെയിൻ്റെനൻസ് ഒന്നും വന്നിട്ടില്ല. ഈ 50,000 സർവീസിനകത്ത്. അപ്പോ അതിന്റെ ഒരു ചെലവ് എത്രയായിട്ടുണ്ട്? അത് എനിക്ക് നമ്മുടെ വണ്ടിക്ക് AMC ഉണ്ട്, ആനുവൽ മെയിൻ്റെനൻസ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഭാരത് ബെൻസിന്റെ ഒരു ഇതുണ്ട്, സ്കീമുണ്ട്. അതില് നമുക്ക് മെയിൻ്റെനൻസ്, ഇലക്ട്രീഷ്യൻ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമാണ് AMC കിട്ടാണ്ടിരിക്കുള്ളൂ. പിന്നെ നമ്മുടെ വണ്ടി 3 വർഷം വാറണ്ടി ഉണ്ട്. അതിന് പുറമെ ഇപ്പോൾ നമുക്ക് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വരികയാണെങ്കിൽ അത് മാറ്റി തരും. അതേപോലെ AMCയില് നമുക്ക് എന്തുണ്ടെങ്കിലും ഇപ്പൊ ലൈനർ ആയി കഴിഞ്ഞാലും അതേപോലെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും അതിനകത്ത് എന്റെ ഈ ഫസ്റ്റ് ഓയിൽ സർവീസ് AMCയിലാണ്. എനിക്ക് 0 ബില്ലാണ് വന്നത്. നോർമലി നമ്മൾ ഒരു AMC ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു 20,000 രൂപ. അഡീഷണൽ നമ്മൾ ഒരു വർഷത്തേക്ക് ഇപ്പൊ ഞാൻ AMC എടുത്തേക്കണ 63,000 രൂപ വരുന്നുണ്ട് ഒരു വർഷത്തേക്ക്. ഒരു വർഷം 50,000 കിലോമീറ്റർ. അപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാലും ഇതിനകത്ത് പോകും. നമ്മളിപ്പോ ചെറിയ AMC ഇല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് 60 രൂപയ്ക്ക് മേളിലാവും സർവീസ് ചെയ്യാൻ. അത് നമുക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു മേജർ ആയിട്ട് പണി കിട്ടി കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കണ പോലെ ചിലപ്പോ ഈ 60,000 മതിയാവില്ല ചിലപ്പോ. ഒരു മേജർ ആയിട്ടുള്ള പണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര എടുക്കുമ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാ പോലും ഒരു കൊല്ലത്തേക്ക് നമുക്ക് മെയിൻ്റെനൻസിന്റെ ഭാഗത്തേക്ക് വേറെ ഒന്നും നോക്കണ്ട കാര്യമില്ല. നമ്മളിപ്പോ സാധാ വണ്ടികൾ കയറി ഇപ്പൊ നമ്മള് ലൈനർ മാറി ഇറങ്ങുമ്പോ ചെറിയൊരു പൈസ ചെലവാണ്ട് ഒരു 3,000 4,000 രൂപ ചെലവാണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോ 500 രൂപ 600 രൂപയാണ് നമുക്ക് ബില്ല് വരിക. അതിപ്പോ ചില വാഷ് നെറ്റ് അങ്ങനത്തെ സാധനങ്ങൾക്ക് മാത്രമാണ് ഈ AMC കിട്ടാത്തുള്ളൂ. ഇലക്ട്രീഷ്യന് കിട്ടില്ല. എന്നിരുന്നാലും നമ്മളിപ്പോ ഇത്ര 60,000 രൂപയൊക്കെ നമുക്ക് അടവ് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം നമുക്ക് ഒരു മാസത്തിൽ എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു കൊല്ലത്തേക്ക് ഈ ഒരു ഫണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൊല്ലം പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും ഇൻഷുറൻസിന്റെ ഒപ്പമാണോ? ഇൻഷുറൻസിന്റെ ഒപ്പമല്ല,
അത് ഭാരത് ബെൻസിന്റെ ഓട്ടോമോബൈലിന്റെ ആയിട്ട് വരുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പുതിയ വണ്ടി എടുത്ത് ഏകദേശം 15 വർഷം വരെ നമുക്ക് ഈ IMC എടുക്കാം. അത് ഇയറും കിലോമീറ്റർ 15 വർഷം വരെ. ഓക്കെ. അതേപോലെ ഇയറും കിലോമീറ്ററും ഹവേഴ്സ് ഉണ്ട്. അതും വെച്ചിട്ടാണ് ഈ ഇതില് റേറ്റ് വ്യത്യാസം വരും. നമ്മൾ ഒരു കൊല്ലത്തേക്കായിട്ട് അങ്ങനെ എടുക്കും. കാരണം ചിലവരുണ്ട് ഇപ്പൊ 5 വർഷത്തേക്ക് ഒരുമിച്ച് IMC എടുക്കുന്നവരുണ്ട്. റേറ്റിന് വ്യത്യാസം ഉണ്ടാവും, ചെറിയ പൈസയാവും. നമുക്കതിപ്പോ ഒരു അത്ര പൈസ ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കൊല്ലം മാറ്റും. നമ്മൾ ആ ഒരു പൈസ കണ്ടാൽ മതി. ഇത് ഒരു 63,000 രൂപ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു വർഷത്തേക്ക് നമുക്ക് മെയിൻ്റെനൻസിലേക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ സർവീസിന് എത്ര രൂപ ആയിരുന്നു? നോർമലി ഒരു 20,000 രൂപയുടെ അടുത്ത് വരും ഫസ്റ്റ് സർവീസിന്. സെക്കൻഡ് സർവീസ് അങ്ങനെ ഒരു 35 രൂപ 40 രൂപയുടെ ഉള്ളിൽ വരും. ഉണ്ടെങ്കിലും സീറോ ബാലൻസിൽ സീറോ ബില്ലിലായിരിക്കും. ഓയിലും ഫിൽറ്ററും എല്ലാ സാധനങ്ങളും ഈ IMC വിടും. ഓക്കെ. അപ്പൊ ഈ നമ്മുടെ വണ്ടി ഇപ്പോ സർവീസ് ചെയ്ത് ഇറക്കിയതിന് എത്ര രൂപയായിട്ടുണ്ട്? സർവീസ് കഴിഞ്ഞായിരുന്നു? സർവീസ് കഴിഞ്ഞു, എന്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയായിരുന്നു പറഞ്ഞ പോലെ? ഇപ്പൊ ഏകദേശം 70,000 കിലോമീറ്റർ 70,000 ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സർവീസിന്റെ 50,000 കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോ കഴിഞ്ഞു. സീറോ ബില്ലായിരുന്നു. എല്ലാവരും ഈ എക്സ്പെൻസ് ആണ്, ബാലൻസ് കൊണ്ടുനടക്കാൻ എക്സ്പെൻസ് ആണ് എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. കാരണം നമുക്ക് IMC ഇല്ലാണ്ട് ഇത് കൊണ്ട് മേച്ച് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. IMC ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേറൊരു മെയിൻ്റെനൻസ് ഇതിലേക്ക് വരും എന്ന് പേടിച്ചിട്ട് കൊണ്ടുനടക്കണ്ട. വണ്ടിയാണ് നമ്മൾ റോഡിൽ ഓടണാണ്, മെയിൻ്റെനൻസ് വരാം. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ടയർ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി ഓടിച്ചാൽ മതി. ടയർ മൈലേജും ആണ് മെയിൻ ആയിട്ട്. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സർവീസ് ചെയ്യാൻ എത്ര ദിവസമൊക്കെ എടുക്കും? അതായത് നമ്മൾ ഒരു ദിവസം കൊണ്ടൊക്കെ സർവീസ് ചെയ്ത് കിട്ടും? നോർമൽ സർവീസ് ഒക്കെയാണ്? നോർമൽ സർവീസ് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്ത് കിട്ടും. ഫസ്റ്റ് സർവീസിനൊക്കെ നമുക്ക് ആകെ ഓയിൽ മാറുക, ഫിൽറ്റർ മാറുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സർവീസ് സെന്റർ ഒക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഉള്ളത്? സർവീസ് സെന്റർ ഇപ്പൊ നമുക്ക് തൃശ്ശൂർ ഇപ്പൊ ഭാരത് ബെൻസിന്റെ സർവീസ് സെന്റർ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ഓപ്പൺ ആയിട്ടില്ല. നമുക്കിപ്പോ ഉള്ളത് ഒന്ന് നമ്മുടെ അത്താണി, എറണാകുളം അത്താണി. പിന്നെ ഇവിടെ നമുക്ക് അടുത്തുള്ളത് പാലക്കാടാണ്. സർവീസ് അവര് ഭാരത് ബെൻസിന്റെ പക്കയാണ്. കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോ അവര് ട്രീറ്റ് ചെയ്യണതായി കഴിഞ്ഞാലും എന്താ നമുക്ക് നമ്മൾ ഈ ടാറ്റയിലൊക്കെ പോയിട്ട് അത്ര മോശമായിട്ട് വരെ നമുക്ക് അവരോട് സംസാരിക്കണമെന്നുണ്ട്. കാരണം കാറിലും ട്രക്കിലും എല്ലാം കണക്കാണോ? ടാറ്റ നമുക്ക് മെയിൻ ആയിട്ട് വരെ 24/7 വരെ സർവീസ് ഉണ്ട്. നമ്മൾ ഏത് നട്ടപ്പാതിരിക്കും എവിടെ വിളിച്ചോ അവരെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരും. നമ്മൾ വഴിയിൽ കിടക്കേണ്ടി വരില്ല. അതാണ് നമുക്ക് ഏറ്റവും ഇതിനകത്തുള്ള ഒരു വിശ്വാസം. ഇപ്പൊ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, കേരളത്തിലല്ല പുറത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഇവര് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കില്ല. ഓൾ ഇന്ത്യ നെറ്റ്വർക്ക്, ഓൾ ഇന്ത്യ ഉണ്ട്. നമുക്ക് ആ ഒരു കാര്യത്തില് ഭയങ്കര ഇതാണ്. പിന്നെ നമ്മൾ പറയണ വർക്കുകള് അവര് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കില്ല, ചെയ്തിരിക്കും. അതേപോലെ അത് നോക്കിയെങ്കിലും ചെയ്തിരിക്കും. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോ അവരുടെ അഡ്വൈസർമാരായി കഴിഞ്ഞാൽ പോലും നമ്മളോട് അത്രയും ഇതിലാണ് സംസാരിക്കുക. നമ്മള് ടാറ്റയിലൊക്കെ പോയിട്ട് വഴക്കുണ്ടാക്കേണ്ട സ്ഥിതി വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യല് ടാറ്റ ഉണ്ടായിരുന്നു. എന്നും കംപ്ലൈന്റ്, ഇഞ്ചക്ടർ കംപ്ലൈന്റ്. ടാറ്റയുടെ ഒരു ചെറുവണ്ടി ഉണ്ടായിരുന്നു, എന്നും ഇഞ്ചക്ടർ കംപ്ലൈന്റ് ആണ്. 6 വീലർ തന്നെ ഇതിന്റെ ചെറുവണ്ടി. നമ്മൾ എന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് വഴക്ക് കൂടേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങനെ ഒരു ഇതായിട്ട് പറയേണ്ട ഒരു അവസ്ഥ നമുക്ക് ഇതുവരെ എല്ലാം നീറ്റായിട്ട് ചെയ്യും. പിന്നെ സർവീസ് സെന്ററുകളായി കഴിഞ്ഞാലും എല്ലാം ഇപ്പൊ ചില സർവീസ് സെന്ററിൽ കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ വണ്ടി എടുക്കണ വരെ നമ്മുടെ ഭയങ്കര കാര്യമാണ്. സാറേ എന്ന് വിളിക്കില്ലേ, അപ്പൊ അതേപോലെയാണ് വണ്ടി എടുക്കണ വരെ ഭയങ്കര ഇതാണ്. പക്ഷെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ കുറച്ച് നമ്മൾ അങ്ങനെ ഒരു എല്ലായിടത്തും പറയാൻ പറ്റില്ലാത്ത കാര്യമാണ് പറയാം. ഭയങ്കര മോശം സമീപനമാണ് പലരിടത്തും കണ്ടേക്കണത്. പക്ഷെ ആ സമയത്ത് വെച്ച് ഭാരത് ബെൻസിന് നോക്കുമ്പോ നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവർ അറ്റൻഡ് ചെയ്യും. പറ്റില്ല എന്ന് ഒറ്റ ബാക്കി അവർ പറയില്ല. അവരെ കൊണ്ട് മാക്സിമം എന്ത് ചെയ്തു തരാൻ പറ്റുന്നോ അത് അവർ ചെയ്തു തരും. ആ ഒരു കാര്യത്തില് സർവീസിനായി കഴിഞ്ഞാലും നമ്മള് 100% ഭാരത് ബെൻസിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോ ഇനി നമുക്കറിയാനുള്ളത് ഇതിന്റെ ഒരു മൈലേജിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലത്തെ വണ്ടികളൊക്കെ എടുക്കുന്നവര് ശരിക്കും മൈലേജും കൂടെ നോക്കിയിട്ടായിരിക്കും എടുക്കണം. എല്ലാത്തിനും ഏകദേശം ഒരേ മൈലേജ് ഒക്കെ ആയിരിക്കും അല്ലേ ഏറെക്കുറെ? മൈലേജ് നമുക്ക് ഇപ്പൊ ഒരു 10 ടൺ 12 ടൺ നമ്മുടെ പാസിംഗ് ആണെങ്കിൽ നമുക്കൊരു 5.5 വരെയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും. അത് നമ്മുടെ നാട്ടിൽ ഇപ്പത്തെ റോഡുകൾ മോശമായി കാരണം ഒരു കുറച്ച് കുറവാണ്. പാസിംഗ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? പാസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 12 ടൺ പാസിംഗ്, 12 ടൺ ലോഡ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം, അല്ലെങ്കിൽ 10 ടൺ ലോഡ് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്കൊരു 5
ഓക്കെ. ആ ഒരു ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. ആഹാ. കിട്ടുന്ന ഒരു നോർമൽ മാക്സിമം മൈലേജ് ആണ്. ഓക്കെ. ചില വണ്ടികൾക്ക് അതിലും കൂടുതൽ കിട്ടുന്ന വണ്ടികളുണ്ട്. ആഹാ. നമുക്ക് പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പൊ കർണാടക അങ്ങനെയൊക്കെ ഓടുകയാണെങ്കിൽ നമുക്കൊരു 12-13 ടൺ വരെ കയറ്റി കഴിഞ്ഞാലും നമുക്കൊരു 6ന്റെ അടുത്ത് മൈലേജ് കിട്ടും. 5.5-6ന്റെ ഉള്ളിൽ മൈലേജ് കിട്ടും. ഓക്കെ. അപ്പൊ അതായത് ഹൈവേയിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് മൈലേജ് കിട്ടും. പിന്നെ നമുക്ക് കാലിയില് എനിക്കൊരു 8 വരെയൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 8 മൈലേജ് കൂട്ടി കഴിഞ്ഞാലും ആ ഒരു കാലി വണ്ടിയിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ലാഭമുള്ള ഒരു മൈലേജ് തന്നെയാണ്. കാരണം ഇപ്പൊ നമുക്ക് ചില ലോഡുകൾ ഇറക്കി കഴിഞ്ഞാൽ ചില ലോഡുകൾ 100 കിലോമീറ്റർ പോകേണ്ടി വരും, 150 കിലോമീറ്റർ പോകേണ്ടി വരും. നമ്മൾ ഈ 150 കിലോമീറ്റർ പോകണമെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള വാടക തന്നെയാണ് നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ. നമ്മൾ ഇത്ര കാലി ഓടി വരുന്നുണ്ട് അതിന് കൂടുതൽ വാടക കിട്ടില്ല. അപ്പൊ നമ്മളിത് ഓടുമ്പോൾ നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുക ഇവിടുന്ന് എത്ര അല്ലെങ്കിൽ 100 കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് ഏറ്റവും എക്സ്പെൻസ് കുറച്ച് പോകണം. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 8-8.5 വരെയൊക്കെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അത്ര കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ഹിൽ ഏരിയ ഒക്കെ ആണെങ്കിൽ ഹിൽ ഏരിയ എല്ലാം പോയിട്ടുണ്ടോ? നമ്മള് വയനാട് ആ ഭാഗമൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ കാസർഗോഡ് ഭാഗമൊക്കെ പോയി കഴിഞ്ഞാലും കുറച്ച് ഉള്ള ഏരിയയിലൊക്കെ കുറച്ച് ഹിൽസ് ആണ്. ആ ഏരിയയിലൊക്കെ എന്തോരം കിട്ടുമെന്ന് നോക്കിയിട്ടുണ്ടോ? ആ ഇതിലൊക്കെ നമുക്ക് കുറച്ച് മൈലേജ് കുറവാണ്. ബ്രോ, അപ്പൊ ഇനി നമുക്കറിയാനുള്ളത് ഈ ഒരു വണ്ടിയുടെ നെഗറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. നെഗറ്റീവ്സ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് മറ്റു വണ്ടികളിൽ നിന്ന് ഫീൽ ചെയ്തേക്കുന്നത് സഡൻ പിക്കപ്പ് കുറവാണ്. നമ്മളിപ്പോ അത്യാവശ്യം ഒരു 10 ടൺ 12 ടൺ ലോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം കുറച്ച് RPM 1000-1500 ആക്കി എടുത്തു കഴിഞ്ഞാലാണ് RPM കുറച്ച് കൂട്ടി എടുത്തു കഴിഞ്ഞാലാണ് വണ്ടിക്ക് പിക്കപ്പ് ഉള്ളൂ. മറ്റേ ടാറ്റേനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സഡൻ പിക്കപ്പ് ലേശം കുറവാണ് വണ്ടി. അതാണ് മെയിനായിട്ട് നമുക്ക് തോന്നിക്കുന്ന ഒരു. ഓക്കെ. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? വേറെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. നെഗറ്റീവായിട്ടും വണ്ടി എന്ന് വേറെ തോന്നിയിട്ടില്ല, പറയാനായിട്ടൊന്നുമില്ല. ബാക്കി എല്ലാ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇനി അറിയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത് ഇത്രയും ഓടിച്ചു, ഇത്രയും ഈ ഒരു 1.5 വർഷത്തോളം ഉപയോഗിച്ചു, അപ്പോൾ ഇതിൽ നിന്നും സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ്. അതോ വേറെ ഏതെങ്കിലും മോഡലോ വണ്ടിയോ നോക്കിയാൽ മതിയായിരുന്നു അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമ്മള് 100% പറയുകയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പ്രോപ്പറായിട്ട് സർവീസിന്റെ ഇത് കിട്ടുകയാണെങ്കിലും അതേപോലെ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിലും ഇതൊക്കെയാണ് നമ്മൾ നോക്കണത്. ആ എല്ലാ കാര്യത്തിലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി കൊണ്ട്. സർവീസിന്റെ കാര്യമായി കഴിഞ്ഞാലും വണ്ടി ആയാലും എല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഭാരത് ബെൻസ് 1917 ഈ ഒരു മോഡലിനെ പറ്റി ബ്രോയ്ക്ക് നമ്മുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.